അവരെ പറയാൻ പറ്റത്തില്ല. ഇതുകൊണ്ടോ, ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ വിഷയം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ 2 ദിവസമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് പെയ്തുകൊണ്ടിരിക്കുന്ന മഴയെക്കുറിച്ചാണ് ഗായ്സ്. നിങ്ങളിപ്പോൾ തന്നെ കണ്ടില്ലേ, ഫുള്ള് വെള്ളമാണ്. ഇത് നമ്മുടെ നാട് പോലെ തന്നെയാണ് ഏകദേശം. ഇപ്പം നമുക്കിന്ന് ഒരു സ്ഥലത്ത് വരെ പോവാം. നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ട അതേ ഫെമിലിയർ സ്ഥലം തന്നെയാണ്. പക്ഷേ ഇന്ന് ചെന്നാൽ നമുക്കത് എങ്ങനെയുണ്ടെന്ന് നോക്കാം. അതിനു മുമ്പ് നിങ്ങൾ ലോങ് ട്രാവൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ കഴിവതും ട്രാവൽസ് മാറ്റി വെക്കുക, അല്ലെങ്കിൽ സേഫായിട്ട് തന്നെ ട്രാവൽ ചെയ്യുക. കാരണം കഴിഞ്ഞ വീക്കെൻഡ് തൊട്ട് തുടങ്ങിയ മഴയാണ്. ഇതിപ്പോൾ 2ാമത്തെ ദിവസമാണ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട്. ഇതിപ്പോൾ രാവിലെ തൊട്ട് ഞാൻ ശ്രദ്ധിച്ചു, രാവിലെ തുടങ്ങിയ മഴയാണ്. അപ്പം എന്തായാലും വരുന്ന വഴിക്കൊക്കെ മിക്കയിടത്ത് ഫ്ലഡഡ് ആയിരിക്കും. അപ്പം നമുക്കിവിടെ നോക്കാം എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന്. ഓക്കെ ഗൈസ്, ഇത് നിങ്ങൾ കാണേണ്ടതാണ് കേട്ടോ. നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ട ആ സ്ഥലമില്ലേ, അതാണിത്. ഇപ്പൊ ഇങ്ങനെയാണ് ഈ സ്ഥലം ഇരിക്കുന്നത്. ഇപ്പൊ കണ്ടോണം, ഇവിടെ ഫുള്ള് വെള്ളമായി. ഇത് വെള്ളം പൊങ്ങി ലിറ്ററലി. ഇത് പിന്നെ റോഡിന്റെ ഏകദേശം നേരെ ആയി ലെവലിലായിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ ഗൈസ്, ഇതുണ്ടോ, ഫുള്ള് വെള്ളമാണ്. ഞാനിത് കുറച്ച് സമയം കിട്ടിയപ്പോൾ ഞാൻ അപ്പം തന്നെ ക്രോസ് ചെയ്തു. ഇത് ഭയങ്കര കാറ്റ്, ഒരു രക്ഷയില്ലാത്ത കാറ്റ്. ഇതുണ്ടോ, ഇത് ഫുള്ള് വെള്ളമായത്. ഇത് കണ്ടോ ഗൈസ്, നിങ്ങളിത് കാണണം. നമ്മൾ അന്നേരം കണ്ട ഒരു ഇതേ അല്ലിപ്പ് ഇത് റോഡിൻ്റെ ഒപ്പത്തിന് ഏകദേശം വെള്ളമായി. നിങ്ങളിത് കണ്ടോ? നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ട വീഡിയോയേ അല്ല, ആ സ്ഥലമേ അല്ലിത്. ആ വീഡിയോയിൽ കാണുന്ന സ്ഥലമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിങ്ങൾ അങ്ങോട്ടൊക്കെ നോക്കിക്കുക. അതുകൊണ്ട് അവിടെ ഫുള്ള് വെള്ളം കയറിയിരിക്കുകയാണ്. അതിൻ്റെ ഈ വെള്ളത്തിൻ്റെ മണ്ടയിൽ കൂടെ ചെറിയ കിളികളൊക്കെ പോകുന്നു. അവിടെ ഏതോ ഒരു കൊക്കൊക്കെ ഇരിപ്പുണ്ട്. അത് എന്നെ പക്ഷിയാണെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഇത് ലിറ്ററലി ഒരു ഒന്നര മനുഷ്യൻ്റെ അത്രയും, ഏകദേശം 2 മനുഷ്യൻ്റെ അത്രയും പൊക്കത്തിലാണ് വെള്ളം പൊങ്ങിയിരിക്കുന്നത്. ഇതിൻ്റെ അകത്തോട്ട് ചാടിയ ഇപ്പോൾ നീന്തൽ അറിയത്തില്ലാത്തവനാണെങ്കിൽ തീർന്നു. ഇവിടെ എല്ലാം അതുകൊണ്ട് ഉറവകളാണ്. നമ്മുടെ നാട്ടിൽ പോലും ഇത്രയും നാൾ നിന്നിട്ട് ഇങ്ങനൊരു ഫ്ലഡ് ഞാൻ കണ്ടിട്ടില്ല. ഇത് ഏതായാലും കൊള്ളാം കേട്ടോ. ഇത് കേട്ടോ, നമ്മുടെ കാല് നനയുന്ന രീതിയിൽ, അതായത് ഈ വെള്ളം റോഡിലോട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഇനി കണ്ടിന്യൂസ് ആയിട്ട് മഴ പെയ്താൽ എനിക്കറിയത്തില്ല ഗൈസ്, ഇത് ചിലപ്പോൾ റോഡിലേക്ക് കയറുമെന്നാണ് തോന്നുന്നത്. നിങ്ങളിത് കണ്ടോ, ഇത് അതിൻ്റെ ഒരു ഫോഴ്സ് കണ്ടോ പോകുന്ന വെള്ളത്തിൻ്റെ. ഇത് നേരെ നമ്മുടെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ ആ തോട് പോലെ ആയി അതിലേക്കൂടെ മൊത്തം കവിഞ്ഞൊഴുകിക്കൊണ്ടിരിക്കുക. അങ്ങോട്ട് ഇറങ്ങുന്നത് അത്ര നല്ല ബുദ്ധിയല്ല. അതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് പോകാത്തത്. കാരണം എനിക്ക് വഴി വന്നാലേ പരിചയമില്ല അങ്ങോട്ട് പോകുന്നത്. ഗൈസ്, നിങ്ങളവിടെ ശ്രദ്ധിച്ചോ, അവിടെ 2 പിള്ളേരാണെന്ന് തോന്നുന്നു വെള്ളത്തിൽ ചാടിക്കൊണ്ടിരിക്കുക. അങ്ങോട്ട് നോക്കിയാൽ മതി, അവിടെ വെള്ളം അവർ ആസ്വദിക്കുകയാണ്. നല്ല മഴയല്ലേ. എനിക്ക് തോന്നുന്നു ഞാൻ മാത്രമേ ഉള്ളൂ ഇങ്ങനെ കുട പിടിച്ചുകൊണ്ട് നടക്കുന്നത് ഈ വെള്ളത്തിൽ, ഈ മഴയത്ത്. മുമ്പേ നമ്മൾ വന്ന് ഇതല്ല ഇപ്പം കാണുന്നത്. ഇപ്പോൾ ഇതുണ്ടോ, ഇപ്പം പിന്നെ വെള്ളം കയറി ഏകദേശം എൻ്റെ മുട്ടിൻ്റെ മണ്ടയില്ല, സോറി, ഉപ്പൂറ്റിക്ക് കാൽപ്പത്തിയുടെ മണ്ടയിലായി വെള്ളം. മുമ്പേ കണ്ട വെള്ളമേ അല്ല. അപ്പോൾ ഇത് വെള്ളം പൊങ്ങിക്കൊണ്ടിരിക്കുക എന്നതിൽ യാതൊരു സംശയവും ഇല്ല. ഓ മൈ ഗോഡ്, ഇതുണ്ട് ഗൈസ്, നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ട ആ ഒരു ചെറിയ തോടാണ് ഇപ്പോൾ ഒഴുകുന്നത്. കണ്ടോ എന്തേരം പൊക്കത്തിലാണ്. ഒരു പക്ഷേ ഇത് ഓസ്ട്രേലിയയിൽ ശരിക്കും ഫ്ലഡിങ് എന്ന് പറഞ്ഞാൽ ഒരു കോമൺ ഇഷ്യൂ ആണ്. നോർത്തേൺ ടെറിട്ടറീസിലേക്കൊക്കെ പോകുമ്പം ഇതൊരു എന്നാ പറയുന്നത്, ഒരു കോമൺ ഇഷ്യൂ ആണ്. പക്ഷേ ഇത് നമുക്ക് ഇത്ര നേരത്തെ കാണാൻ പറ്റുമെന്ന് വിചാരിച്ചില്ല. നേരിട്ട് നിങ്ങളിത് കണ്ടു നോക്കിയോ, ഭയങ്കര കേട്ടോ. ഇവിടെ മഴയ്ക്കൊരു കുറവുമില്ല, കാറ്റിന് ഒരു കുറവില്ല. ഇത് കണ്ടോ, കുറച്ച് മുമ്പേ വന്ന പോലെ അല്ല ഇപ്പം ഏകദേശം നല്ല രീതിയിൽ വെള്ളം പൊങ്ങി. ഇതിലേക്കൂടെ നടക്കുന്നവരെ ഡേഞ്ചറാണ്. പക്ഷേ നമുക്കറിയാവുന്ന വഴിയായതുകൊണ്ടാണ് നടക്കുന്നത് ഗൈസ്. ഇതിൻ്റെ അകത്ത് എന്തൊക്കെ ജീവികളുണ്ടെന്നൊന്നും എനിക്കറിയത്തില്ല. എന്തായാലും ഞാൻ നടന്ന് പാമ്പൊക്കെ കാണുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് അറിഞ്ഞുകൂടാ.
നമുക്ക് കാണുമ്പോൾ അറിയാം ഉണ്ടോയെന്ന്, അല്ലെങ്കിൽ കടിക്കുമ്പോൾ അറിയാം ഉണ്ടോയെന്ന്. നിങ്ങളങ്ങോട്ട് നോക്കിയതുണ്ടോ, ഇതൊരു കുറവുമില്ല, ഇത് കൂടിക്കൂടി വരുക. അതൊരു വഴിയായിരുന്നു ശരിക്കും. ഇപ്പോൾ വന്നൊരു മെസ്സേജാണ്, എനിക്കൊന്ന് അലർട്ടാണെന്ന് തോന്നുന്നു ഇവിടുത്തെ ക്യൂൻസ്ലാൻഡ് ഗവൺമെൻറ്റിൻ്റെ. അതായത് ഇവിടുത്തെ ഫ്രേസർ കോസ്റ്റ് റീജിയണിലെ മിക്ക ഭാഗങ്ങളിലും വെള്ളം പൊങ്ങാൻ ചാൻസ് ഉണ്ട്, മോഡറേറ്റ് ഫ്ലഡിങ് ഉണ്ടെന്നാണ് പറയുന്നത്. പിന്നെ ഹൈ വിൻഡ് 120 km/h നല്ല സ്പീഡിൽ വിൻഡ് ഉണ്ടെന്നുള്ള ഒരിത് വന്നിട്ടുണ്ട്. എന്തായാലും അവരെ പറയാൻ പറ്റത്തില്ല. ഇതുകൊണ്ടോ, ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ഇപ്പോൾ വെള്ളമായി ഇവിടെ അങ്ങോട്ട്, ഇനി അങ്ങോട്ട് എങ്ങനെ നടക്കുമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമോ. ഇത് കണ്ടോ ഗൈസ്, വണ്ടി മൊത്തം ബ്ലോക്ക് ആകുന്ന ഒരു രീതിയിലേക്ക് പോവുകയാണ്. ഇവിടെ എല്ലാം വണ്ടി നിർത്തി ധാരാളം വണ്ടികൾ തിരിച്ചു പോകുന്നുണ്ട്. കാരണം ഈ വെള്ളം ഇവൈഡ് ചെയ്ത് പോകാനുള്ള ഇത് ചില വണ്ടികൾക്ക് ഇല്ലാത്തത് കൊണ്ടും അവർക്ക് പേടിയായതുകൊണ്ടും അവർ തിരിച്ചു പോവാണ്. പക്ഷേ ഇവിടെ ഇതുണ്ടോ, നേരത്തെ കണ്ട പോലല്ല, ഇപ്പോൾ വെള്ളം ഭയങ്കരമായിട്ട് പൊങ്ങി റോഡിലേക്ക് കയറി കവിഞ്ഞൊഴുകുകയാണ്. പല വണ്ടികളും അവിടെ നിന്ന് തിരിക്കുന്നത് നമുക്ക് കാണാം. ഇവിടെ ഫുള്ള് ബ്ലോക്ക് ആവുകയാണ്. ഇതുണ്ടോ, ഇത് ഫുള്ള് ബ്ലോക്ക് ആവുകയാണ്. ഇങ്ങനെ മഴ പെയ്ത് തുടങ്ങിയാൽ എനിക്ക് അറിയത്തില്ല, കുറച്ച് കഴിയുമ്പോൾ വീടിൻ്റെ അങ്ങോട്ടൊക്കെ വെള്ളം കയറുമെന്നാണ് തോന്നുന്നത്. വണ്ടി ഫുള്ള് ബ്ലോക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഫ്ലഡ് കയറിയാൽ നമുക്ക് ഇൻഷുറൻസ് കിട്ടുകയില്ല, അതൊരു കാര്യമാണ്. കങ്കാരു ഇടിച്ചാലും പിന്നെ ഫ്ലഡ്, അതായത് ഫ്ലഡ് കയറി വണ്ടി നശിച്ചാൽ നമുക്കിവിടെ ഇൻഷുറൻസ് വണ്ടിക്ക് കിട്ടുകയില്ല. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധയോട് തന്നെയാണ് പോകുന്നത്. കുറച്ച് മുന്നേ ഈ ഭാഗത്തോട്ടൊന്നും അങ്ങനെ വെള്ളം കയറിയിട്ടില്ലായിരുന്നു, ആ ഭാഗത്തോട്ടായിരുന്നു വെള്ളം കയറിയിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ ഇതുണ്ടോ, ഇവിടെ എല്ലാം വെള്ളം കയറി, റോഡിലേക്കെല്ലാം വെള്ളം കയറിയിരിക്കുകയാണ്. ഇങ്ങനെ മഴ പെയ്താൽ എവിടെ ചെന്ന് നിൽക്കുമെന്ന് നമുക്ക് കണ്ടറിയാൻ കഴിയും. അതുകൊണ്ടാണ് ഗൈസ് അവിടെ പോലീസ് വന്നിരിക്കുകയാണ്. പോലീസും പിന്നെ അതിൻ്റെ റോഡിൻ്റെ സേഫ്റ്റി ആൾക്കാരാണെന്ന് തോന്നുന്നു. അവിടെ ഫുള്ള് വന്നിട്ടുണ്ട്. വണ്ടികളെല്ലാം തിരിച്ചു പോവുകയാണ്. വലിയ വണ്ടികൾ മാത്രമേ കയറി പോരുന്നുള്ളൂ, ബാക്കി എല്ലാം തിരിച്ചു പോവുകയാണ്. മഴ കഠിനമായിട്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. വെള്ളം പൊങ്ങുന്നതല്ലാതെ താഴ്ന്നതായിട്ട് നമുക്കൊന്നും കാണാൻ സാധിക്കുന്നില്ല. ഏകദേശം ഈ ഭാഗത്തോട്ട് നോക്കിയാൽ തന്നെ ഇവിടെയും വെള്ളം അതിഭയങ്കരമായിട്ട് കൂടിയിരിക്കുകയാണ്, ഉയർന്നിരിക്കുകയാണ്. അത് ഭയങ്കര ഫോഴ്സിലാണ് വെള്ളം പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടൊക്കെയാണ് ഈ ഭാഗത്തോട്ട് അലർട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഇവിടെ ഭയങ്കര വെള്ളപ്പൊക്കമാണെന്നും പറഞ്ഞ് ഈ റൂട്ടുകൾ കഴിവതും എല്ലാവരും അവോയ്ഡ് ചെയ്യുകയാണ്. വലിയ വണ്ടികൾ മാത്രമാണ് കയറിപ്പോകുന്നത്. നമുക്ക് നോക്കാം ഈ മഴ ഇവിടെ നിൽക്കുകയോ ഇല്ലയോ എന്ന്. കാരണം ഇത് മഴ കൂടിക്കൊണ്ടിരിക്കുകയാണ്, മഴയ്ക്ക് ഒരു കുറവുമില്ല. അപ്പോൾ ഗായ്സ്, ഞാൻ ഇവിടം കൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. നമുക്ക് ഇനിയും കാണാം. നിങ്ങളുടെ ലൈക്കും ഷെയറും സപ്പോർട്ടും എല്ലാം വേണം, സബ്സ്ക്രൈബും ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും നന്ദി. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. സ്റ്റേ ട്യൂൺ.